നമസ്കാരം. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ CPM സഖാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭയപ്പെടുത്തുന്ന വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ച് വിളിക്കാൻ ശ്രമിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച സ്വാധീനം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിറഞ്ഞപ്പോൾ പൊടുന്നനെ ഉയർന്നു വന്നതായിരുന്നു പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം. അത് ഉയർത്തിക്കൊണ്ടുവരാനും നിലനിർത്താനും CPIM പ്രത്യേക താല്പര്യം കാണിച്ചു. എറണാകുളം DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രശ്നം വഷളാവാതിരിക്കാൻ ചർച്ച നടത്തി പരിഹരിച്ചപ്പോൾ അത് വഷളാക്കുക എന്ന ഉദ്ദേശത്തോട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്ത് വന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ വിവാദത്തിൽ നിന്ന് പിന്മാറാനിരുന്ന ആ കുട്ടിയുടെ പിതാവ് ഈ നിലപാടിൽ ഉറച്ചു നിന്നത് ശിവൻകുട്ടിയുടെ ഇടപെടലും സർക്കാരിന്റെ പിന്തുണയുമാണ്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം പറഞ്ഞിരുന്നത്, ഞങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിവാദത്തിൽ നിന്നും പിന്മാറുന്നു എന്നായിരുന്നു. എന്നാൽ തീവ്ര ഇസ്ലാമിക ശക്തികൾ കൃത്യമായ അജണ്ടയോടുകൂടി ഇതിൽ പ്രവർത്തിക്കുകയും ഇതൊരു ഇസ്ലാമിക വൈകാരിക വിഷയമായി മാറുകയും ചെയ്തതോടെ പതിയെ പതിയെ മിക്ക സംഘടനകൾക്കും ഇടപെടേണ്ടി വന്നു. ആദ്യം നിശബ്ദത പാലിച്ച മുൻ മന്ത്രി കൂടിയായ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പോലും പിന്തുണയുമായി രംഗത്ത് വന്നു. അനാഥ ഗർഭം എവിടെയുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിൽ വന്ന് വീഴുന്ന ഒരു ഗതികേട് അനുഭവിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെയും വെള്ളം കുടിച്ചു. ഈ വിഷയത്തിൽ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി മാധ്യമങ്ങളെ കാണുകയും തീവ്രമായി സംസാരിക്കുകയും ചെയ്ത അഭിഭാഷക VD സതീശന്റെ സോഷ്യൽ മീഡിയ മാനേജരാണ് എന്നതും അവർ ഒരു സംഘപരിവാർ യൂട്യൂബ് ചാനലിന്റെ CEO ആയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നതോടെ സതീശൻ പോലും ഏറിലായ സാഹചര്യമുണ്ടായി. ഒടുവിൽ കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടായി. ഏതാണ്ട് പ്രശ്നം പരിഹരിച്ചു എന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായെങ്കിലും തീവ്ര ഇസ്ലാമിക ശക്തികൾ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കുട്ടിയെ പിൻവലിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച മാതാപിതാക്കൾ ഇനി പിൻവലിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയിൽ കേസാണ്. ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഞങ്ങൾ കുട്ടിയെ പിൻവലിക്കുകയില്ല എന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. കുട്ടിയുടെ TC വാങ്ങിക്കൊണ്ടുപോകും എന്ന് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ ഈ പ്രശ്നം പരമാവധി വഷളായി നിന്നാൽ തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് വളരാനുള്ള വളമാകും. CPM-നും സർക്കാരിനും അത് വലിയ അനുഗ്രഹമാകും. കാരണം അവരെ ബാധിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ചർച്ചയാവാതാകും എന്ന ഒരു ഗൂഢാലോചന. ഈ ഗൂഢാലോചന പുറത്താണ് ഇപ്പോൾ പിൻവലിക്കാൻ തയ്യാറായിരുന്ന മാതാപിതാക്കൾ ഞങ്ങൾ കുട്ടിയെ പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവധിയെടുത്ത് കാത്തു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2018 ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി തീർപ്പ് കൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മറ്റൊരു ബെഞ്ചിനെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി പ്രഖ്യാപിക്കുക സാധ്യമല്ല. ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ സാധിക്കൂ എന്നിരിക്കെ കോടതിയിൽ പരിഗണിക്കുകയാണല്ലോ ഞങ്ങൾ തീരുമാനിക്കാം എന്ന് കരുതി ഇവർ ഇരിക്കുന്നത് ഈ വിഷയം സജീവമായി നിലനിർത്താനാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം കെട്ടടങ്ങി എന്ന സൂചന പുറത്തു വരുമ്പോഴൊക്കെ ആരെങ്കിലും പുതിയ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരും. ഇപ്പോഴത്തെ തന്റെ 2 പെൺമക്കളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ്. സെന്റ് റീത്ത സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുടെ മാതാവായ ജസ്ന S. ഫിർദാസ് ഇങ്ങനെ എഴുതുന്നു: പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ രക്ഷിതാവാണ് ഞാൻ. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ സ്കൂൾ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും സ്വീകരിച്ച സമീപനം ഞങ്ങളെ വളരെയേറെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ്. ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന എന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ്. മറ്റു മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത്. ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഇടയിൽ എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനാൽ അവർ 2 പേരുടെയും TC വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. TCക്ക് വേണ്ടി സ്കൂളിൽ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് നൽകാനാവൂ എന്നാണ് സ്കൂളിൽ നിന്ന് അറിയിച്ചത്. അടുത്ത പ്രവർത്തന ദിവസമായ ചൊവ്വാഴ്ച TC ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് ഞങ്ങൾ കുട്ടികളെ ചേർക്കുന്നത്. ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു. എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കാമെന്നും അവർ എനിക്ക് ഉറപ്പു തരുന്നു. അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എന്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മക്കളെ പിൻവലിക്കാനും മാറ്റിച്ചേർക്കാനുമുള്ള അവകാശം ആ മാതാപിതാക്കൾക്കുണ്ട് എന്ന് പറയുമ്പോഴും ഈ വിവാദം ഇങ്ങനെ കെടാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് സമസ്തയുടെ നേതാവായ സത്താർ പന്തല്ലൂർ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഹിജാബിന്റെ കാര്യത്തിൽ നിയന്ത്രണമുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ സ്കൂൾ യൂണിഫോം നിയമത്തിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ സമാധാനമുണ്ടെങ്കിൽ ആ സമാധാനം ഞങ്ങൾ കെടുത്തും എന്നുള്ള പരസ്യ പ്രഖ്യാപനം സത്താർ പന്തല്ലൂർ ഇങ്ങനെ എഴുതുന്നു:
ഹിജാബ് കണക്കെടുക്കിൽ പങ്കാളികളാവും. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. യാതൊരു നിയമപ്രാബല്യവുമില്ലാത്ത ഈ മതസ്വാതന്ത്ര്യ നിഷേധം അംഗീകരിച്ചുകൂടാ. അതോടൊപ്പം ഇതെല്ലാം വർഗീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നവരും കൂടി വരുന്നുണ്ട്. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് വിള്ളലുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഒരു സർവേ ആരംഭിക്കുകയാണ്. തുടർന്ന് ലിസ്റ്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. വർഗീയത വളർത്തുന്ന സ്കൂളുകൾ ഇനി കേരളത്തിൽ വേണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതോടൊപ്പം ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സഹകരിക്കാൻ താല്പര്യം. ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്ത് സർവേ പൂർണ്ണമാക്കാൻ എല്ലാവരും സഹകരിക്കുന്നു. അതായത് ആവശ്യപ്പെടുകയാണ്, ഏതെങ്കിലും സ്കൂളിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കതിന് പുറത്തേക്ക് വിടാം, നമുക്ക് അവിടെ പ്രശ്നമുണ്ടാക്കാം എന്നുള്ള പ്രഖ്യാപനമാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ ധ്രുവീകരണം സംഭവിച്ചിരിക്കുകയാണ്. തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ ആഗ്രഹിച്ചത് എന്തോ അതിനപ്പുറം അവർ നേടിയിരിക്കുന്നു. വാസ്തവത്തിൽ തീവ്ര ഇസ്ലാമിക ശക്തിയുടെ ഗൂഢാലോചനയിൽ ഈ സ്കൂൾ ഇരയാവുകയായിരുന്നു. ആ പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയാൻ ആ കന്യാസ്ത്രീകൾക്ക് വിവേകമില്ലാതെ പോയതുകൊണ്ടാണ് ഇപ്പോഴിത് വലിയ വൈകാര്യ വിഷയമായി മാറിയതും കുത്തിത്തിരിപ്പുകാർ മുതലെടുപ്പിനിറങ്ങുന്നതും. ഇതോടൊപ്പം തന്നെ ഈ അന്തരീക്ഷം മുതലെടുക്കാൻ അവർ മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന് വഖഫ് വിഷയത്തിലുള്ള ഇടപെടലാണ്. ഇന്നലെ എറണാകുളത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്ന് വഖഫ് സംരക്ഷണ യോഗം നടത്തി. വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി തുടങ്ങിയ 2 കടലാസ് സംഘടനകൾ അവരാണ് മുൻപത്തെ കുത്തിത്തിരിപ്പും പ്രശ്നമുണ്ടാക്കിയത്. അവർ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ ഭരണകക്ഷി INL അടക്കം ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികളെത്തി. ലീഗ് അടക്കമുള്ളവരുടെ പ്രതിനിധികൾ നേരിട്ടെത്തിയില്ലെങ്കിലും അവർക്ക് വേണ്ടി ചിലർ പങ്കെടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതസംഘടനകളുടെയും പ്രതിനിധികൾ, ജമാഅത്തിന്റെ നേതാക്കളടക്കം സകലരും ഒരുമിച്ച് ചേർന്ന് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി മുനമ്പത്തിന്റെ പേരിൽ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചു. അതിന് കാരണം മുനമ്പത്തെ വഖഫ് വിഷയം പരിഹരിക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെടൽ നടത്തിയതാണ്. 2-3 കാരണങ്ങളാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല. വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ച് വർഷങ്ങളേറെ ഉണ്ടായിട്ടും 2019 വരെ അത് നോട്ടിഫൈ ചെയ്യാതിരുന്നത്, എന്നാൽ 74 വർഷം വഖഫ് ലിസ്റ്റിൽ പെടുത്താതിരുന്നത് തന്നെ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. മാത്രമല്ല, വഖഫ് എന്ന് പറയുന്നത് നിബന്ധനകളില്ലാതെ വിട്ടുകൊടുക്കുന്നതാണ്. ഇവിടെ ഫറൂഖ് കോളേജിന് സേട്ട ഭൂമി കൊടുക്കുമ്പോൾ നിബന്ധന വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമിയല്ല. ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിൽക്കാനുള്ള അവകാശമുണ്ട്. അവർ വില വാങ്ങി വിറ്റതാണ്. ഫറൂഖ് കോളേജിന്റെ നിലപാടും അതാണ്. അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിന്റെ ഭൂമി അവർ വിറ്റതിനെ വഖഫാക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമായി ശക്തമായ വിധി പ്രഖ്യാപിച്ചു. ആ വിധിക്കെതിരെ രംഗത്ത് വരാൻ സർക്കാർ ഇടപെടണം. മോദി സർക്കാർ പാസാക്കുന്നതിന് മുൻപുള്ള നിയമം അനുസരിച്ച് വഖഫ് നിയമത്തിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. വഖഫ് ട്രിബ്യൂണൽ മാത്രമാണ് ഇടപെടേണ്ടത്. വഖഫ് ട്രിബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ഹൈക്കോടതി നടത്തിയ ഇടപെടൽ ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് നിയമവിരുദ്ധമായി ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു, അത് തിരുത്തണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുക, നിയമ പോരാട്ടം തുടരുക, അങ്ങനെ മുൻപത്തെ ആളുകളെ പുറത്താക്കിക്കൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തുക എന്ന തീരുമാനം ഇന്നലെ ഉണ്ടായിരിക്കുന്നു. ആ യോഗം പരസ്യമായിരുന്നു, രഹസ്യമായിരുന്നില്ല. സകല നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഈ ഹിജാബ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു അനുകൂല അന്തരീക്ഷമുണ്ടായി. ഈ അനുകൂല അന്തരീക്ഷം മുസ്ലിം സമുദായത്തിനിടയിൽ പരമാവധി ഉപയോഗിക്കുക, അങ്ങനെ അടുത്ത കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ഹിജാബ് വിഷയം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത, മതധ്രുവീകരണം ചെറുതല്ല. ഈ പ്രശ്നത്തിൽ മാറി നിന്നാൽ തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സോടെ PK കുഞ്ഞാലിക്കുട്ടിക്ക് പോലും രംഗത്ത് വരേണ്ടി വന്നു. അതെ, പഴയ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ഇനി വരാൻ പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ്.